ഒരു രഹസ്യമായിട്ട് എനിക്ക് പറയാൻ പോകുന്നത്. നന്നായി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കണം മറ്റുള്ളവരെന്നാണ്. അത് പ്രത്യേകിച്ച് ആരാണ്? പുരുഷൻ കേൾക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. സ്ത്രീകൾ കേൾക്കുന്നത് താല്പര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പുരുഷൻ കേൾക്കുന്ന, നന്നായി കേൾക്കുന്ന ഒരു പുരുഷനെ ആ പുരുഷൻ അടിമയായി ആ സ്ത്രീ മാറും എന്നാണ് ഞാൻ അതിന്റെ സ്വഭാവം പറഞ്ഞ. അടിമ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് അനുസരിച്ചാണ് പറയുന്നത്. സ്വർണ്ണ തൂക്കം വിലയുണ്ടെന്നാ പറയും നല്ല കേൾവിക്കാരൻ. 0.80 സെക്കൻഡിനും 3 മിനിറ്റിനും ഇടയിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഫെയിലിയറാണ്. ഇവിടെ ഡാവിഞ്ചി പറയുന്നത് നമ്മൾ കാണാതെ കാണുന്നു, കേൾക്കാതെ കേൾക്കുന്നു, പറയാതെ ചിന്തിക്കാതെ പറയുന്നു. ഒന്ന് ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ തയ്യാറാവാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനുമായിട്ടും ഏതൊരാളുമായിട്ടും വളരെ കൃത്യവും വളരെ പോസിറ്റീവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ 3 തലത്തിലാണ് കോണ്ടാക്ട് ഉള്ളത്. അത് ഒരു തലം എന്ന് പറഞ്ഞാൽ സൗഹൃദ തലമാണ്. ഈ സ്ത്രീക്ക് 180 ഡിഗ്രിയിൽ കാണാൻ പറ്റും. സ്ത്രീക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 180 ഡിഗ്രിയിൽ ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും കാണാൻ പറ്റും. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ പറയുന്നു എന്നത്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് ആർക്കും ഒരു ഇഷ്ടവുമില്ല എന്നാ പറയാ. അതിന് ആദ്യം എന്താ വേണ്ടത്? ആദ്യത്തെ പിണറായി സർക്കാരിന്റെ അസംബ്ലി ഇലക്ഷൻ സമയത്താണെന്ന് തോന്നുന്നു. ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനും AK സാജൻ മമ്മൂക്കയായിട്ട് യാദൃശ്യമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കരവാനിലിരുന്ന് സംസാരിക്കുമ്പോൾ ആ സ്ഥലത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പുതിയ ആളാണ്, കാണാൻ വന്നു. അപ്പോൾ കാണാൻ വരുന്നു. അപ്പം ഒരാൾ വന്ന് മമ്മൂക്ക എടുത്ത് പറയുമല്ലോ, ഇന്നാൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ 3 പേരും അകത്തിരിക്കുകയാണ്, കാര്യങ്ങൾ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പം മമ്മൂക്ക 1 മിനിറ്റ് വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ സായഞ്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കറിയാവോ അവനെന്ന് ചോദിച്ചു. അറിയാം. എന്നിട്ട് നമുക്ക് ചോദിച്ച അടുത്ത ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയുണ്ട് അയാളുടെ ശരീരഭാഷ, ഇലക്ഷനിൽ നിന്ന് ജയിക്കുമോ എന്ന് ചോദിച്ചു. എത്ര ക്രൂഷ്യലാണ് ചോദ്യം. അതായത് പ്രസംഗിക്കുമോ എന്നല്ല ചോദിച്ചത്, കാണാൻ സൗന്ദര്യമുള്ളവനാണോ എന്ന് ചോദിച്ചതല്ല, വോട്ട് പിടിക്കാൻ കഴിവുണ്ടോ എന്നല്ല ചോദിച്ചത്, എങ്ങനെയുണ്ട് അയാളുടെ ശരീരഭാഷ, അയാളുടെ ആത്മവിശ്വാസം അത് റിഫ്ലക്ട് ചെയ്യുന്ന അയാളുടെ ശരീരഭാഷയിലാണ്. അപ്പോൾ തന്നെയല്ല ശരീരഭാഷ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വാക്കുകളെക്കാൾ, പ്രസംഗത്തെക്കാൾ, ബാക്കി ഓഫറുകളെക്കാൾ, ചിരിയേക്കാൾ എന്താണ് ശരീരഭാഷ ഒരാൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ്. അപ്പം നമുക്ക് ഓരോന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് അദ്ദേഹം നടനായതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞ 55% നിങ്ങൾ കാണുന്ന ഒരാൾ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്ന ഒരാൾ നിങ്ങൾ ആദ്യം നോക്കുന്ന അടിമുടി ഇങ്ങനെ നോക്കും, ഒന്ന് അളന്ന് നോക്കും. അതിൽ സൂക്ഷ്മതയോടെ അയാൾ അറിയാതെ നിങ്ങൾ നോക്കും. അപ്പം പറയുന്നത് ശരിയാണോ എന്ന് കൃത്യമായി അയാളുടെ ശരീരം വെളിവാക്കി തരും. ശരീരം കാണിക്കുന്ന ചോർച്ചകളുണ്ട്. ഞാൻ പറഞ്ഞ അടഞ്ഞ ശരീരഭാഷയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾ, അയാൾ പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് ഞാനിത് നിങ്ങൾ പറയുന്നത് മുഴുവൻ അംഗീകരിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നേരെ എതിരാണ് അവന്റെ ശരീരഭാഷ, അല്ലേ? അപ്പൊ അത് പോക്കറ്റിൽ കൈയൊക്കെ താഴ്ത്തി അങ്ങനെയാണ് നിൽക്കുന്നെങ്കിലോ അത് മാറി. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്, കേൾവിയുടെ ലോകം. കേൾവി, നല്ല ഒരു കേൾവിക്കാരനാകുന്നതിനേക്കാൾ മികച്ച ഒന്ന് ലോകത്തിൽ ഒന്നുമില്ല എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രാസംഗികരെല്ലാം നല്ല കേൾവിക്കാരായിരുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കും. നല്ല കേൾവിക്കാരായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച പ്രാസംഗികരെല്ലാം. മുഴുവൻ പറയുന്നത് കൃത്യമായ അർത്ഥതലത്തിൽ, കൃത്യമായ വ്യാപ്തിയോടുകൂടി കേൾക്കാനുള്ള ശേഷി. എന്നിട്ടേ മറുപടി പറയുകയുള്ളൂ. അതിനുള്ള അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം, നമ്മള് 0.80 സെക്കൻഡിനും 3 മിനിറ്റിനും ഇടയിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഫെയിലിയറാണ്. 0.8 സെക്കൻഡിനും 3 മിനിറ്റിനും 0.80 1 സെക്കൻഡിനും മുമ്പ്, അതിനും ഈ 3 മിനിറ്റിനും ഇടയിൽ നിങ്ങൾ അത് നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഫെയിലർ ആയിപ്പോ. എനിക്കൊന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ അൽഗോരിതം ഇത് വെച്ചാണോ സെറ്റ് ചെയ്തത്? അല്ല, ഉണ്ടാവും. ഹുക്കിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഹുക്ക് പോയിന്റ് ഉണ്ടല്ലോ. 10 സെക്കൻഡാണ് ഹുക്ക്. അല്ല, ഒരു സാധനം ആരംഭിക്കുമ്പോൾ ആ ഹുക്ക് അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ടൈമുണ്ട്. അപ്പൊ ഇതിനെ നമ്മളെപ്പോഴും നമ്മൾ പറയും, സജീവ കേൾവിയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുമ്പോൾ ഈ ശ്രവണവും കേൾവിയും രണ്ടായിട്ടാണ്
നമ്മൾ കാണേണ്ടത്. ഇത് ഒന്നായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ശ്രവണം എന്ന് പറയുന്നത് കേൾവി എന്നതും അതുപോലെ കേൾക്കൽ എന്ന് പറയുന്നതും രണ്ടാണ്. ശ്രവണം എന്ന് പറയുന്നത് ശരീരശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയ. നമ്മൾ പുറത്തുനിന്നുള്ള ഒരു സാധനത്തിന് നമ്മളെ ചെവിയിലൂടെ നമ്മളെ ഡയഫ്രത്തിലൂടെ അത് ഒരു ചലനമുണ്ടാക്കി അവിടുന്ന് സന്ദേശങ്ങൾ മറ്റു രൂപത്തിൽ തലച്ചോറിലേക്ക് പോയി തലച്ചോറ് അത് അനലൈസ് ചെയ്തിട്ട് അതിന് അയക്കേണ്ട സ്ഥലങ്ങളിലേക്ക് അത് അയച്ച് അങ്ങനെയാണല്ലോ ശ്രവണത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ കേൾവി അതല്ല. കേൾവി മനസ്സംബന്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ്, മനസ്സുമായി ബന്ധപ്പെട്ടാണ്. അത് അനലൈസ് ചെയ്യാണ് കേട്ട കാര്യങ്ങൾ. അവിടെ നിങ്ങളുടെ ശരീരം പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ പങ്കെടുക്കണം, ബാക്കി ശ്രദ്ധയും ഉണ്ടാവണം, ജാഗ്രതയും ഉണ്ടാവണം. ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ നിങ്ങളുടെ ശരീരം മുഴുവൻ കേൾക്കുന്നു എന്നാ പറയുന്നത്. അല്ലാണ്ട് ചെവി മാത്രമല്ല കേൾക്കുന്നത്. മിക്കവാറും ആൾക്കാർ എന്താ ചെവി മാത്രമേ കേൾക്കുന്നുള്ളൂ, നോട്ടം ഇങ്ങനെ അവിടെയാണ്. പക്ഷെ പാരലൽ ടോക്കിലാണ് എല്ലാവരും. ഇതിനെന്ത് മറുപടി പറയണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പലതും കേൾക്കേണ്ടത് മുഴുവൻ കേൾക്കാതെ പോകുന്നു. അതായത് റോബിൻ ചേട്ടൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ തലയ്ക്കകത്ത് ഞാനൊരു സംസാരം ക്രിയേറ്റ് ചെയ്തിട്ട് റോബിൻ ചേട്ടൻ പറയുന്നതിൻ്റെ അടുത്ത് എന്ത് പറയാൻ പറ്റും. ഇതാണ് ഈ പാരലൽ ടോക്ക് നമ്മളെ എപ്പോഴും ലോകത്തിലെ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നതിന് കാരണം അതാ പ്രധാന കുഴപ്പങ്ങൾ. കാരണം സജീവമായിട്ടുള്ള കേൾവി ഇല്ലാത്തത് കൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ആ ഉൾക്കൊള്ളാത്ത ആ ഏരിയ എവിടെയുണ്ടോ, നമ്മൾ എപ്പോഴെങ്കിലും പാരലൽ ടോക്കിൽ പോയിട്ടുണ്ടോ, ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടോ, പഞ്ചേന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഉൾപ്പെടാതെ ഇരുന്നിട്ടുണ്ടോ, കണ്ണായിരിക്കും ഒരുപക്ഷെ ചെവിയായിരിക്കും, അങ്ങനെ ഉൾപ്പെടാതെ ഇരുന്നിട്ടുണ്ടോ, അവിടെയായിരിക്കും നമുക്ക് പണി കിട്ടുക. നീ ഇത് എവിടെ കൊണ്ടാ കേട്ടത്? നീ അവിടെ പോയിരുന്ന് മുഖാമുഖം ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിച്ചാണല്ലോ, അതിനാണല്ലോ നിന്നെ ഞാൻ വിട്ടത്. എന്നിട്ട് നീ ഇങ്ങനെ കേട്ടച്ചിങ്ങ് പോന്നു. അല്ല, ഞാനത് മുഴുവൻ ഓർക്കുന്നില്ല, കേട്ടില്ല. ഇവിടെ ഡാവിഞ്ചി പറയുന്നത് നമ്മൾ കാണാതെ കാണുന്നു, കേൾക്കാതെ കേൾക്കുന്നു, പറയാതെ ചിന്തിക്കാതെ പറയുന്നു. ഡാവിഞ്ചിയുടെ നിരീക്ഷണമാണ്. എത്ര ശരിയാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ സജീവമായിട്ടുള്ള ഈ ഒരു കേൾവിക്കാരനായിട്ട് മാറുമ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർമാരെല്ലാം നല്ല കേൾവിക്കാരാണെന്ന് പറയില്ലേ? സ്വർണ്ണ തൂക്കം വിലയുണ്ടെന്നാ പറയും നല്ല കേൾവിക്കാരൻ. നന്നായി കേൾക്കുന്ന ആളുകളെ ഒരു രഹസ്യമായിട്ട് എനിക്ക് പറയാൻ പോകുന്നത്, നന്നായി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കണം മറ്റുള്ളവരെന്നാണ്. അത് പ്രത്യേകിച്ച് ആരാണ്? പുരുഷൻ കേൾക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. സ്ത്രീകൾ കേൾക്കുന്ന താല്പര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പുരുഷൻ നന്നായി കേൾക്കുന്ന ഒരു പുരുഷനെ, ആ പുരുഷൻ അടിമയായി ആ സ്ത്രീ മാറും എന്നാണ്. 100%. നിങ്ങൾ എവിടെ വേണേലും നോക്ക്. ഞാൻ അതിന്റെ സ്വഭാവം പറഞ്ഞ അടിമ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് അനുസരിച്ചാണ് പറയുന്നത്. കാമുകിയാവാം, ഭാര്യയാവാം, അല്ലെങ്കിൽ സൗഹൃദമാകാം, സാമൂഹ്യ തലത്തിലുള്ള ആളാവാം, ഏത് തലത്തിലും ആകാം. ആ തലത്തിൽ നിന്നുകൊണ്ട് അയാളെ വലിയ ബിഗ് ഫാനായിരിക്കും. കാരണം അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ GK സതീഷ്, അവരുടെ അടിമയാണ് നമ്മൾ. നിങ്ങൾ പിന്നെ അവിടെ തന്നെ വിളിച്ചോണ്ടിരിക്കും. രാവിലെ എണീറ്റ് ആദ്യത്തെ കോൾ അങ്ങോട്ടാ പോവുക. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നെന്താണ് വിശേഷം? അയ്യോ, ഞാൻ അവിടെ ചെന്നപ്പോൾ മൊത്തം ആദ്യം മുതൽ അവസാനം വരെ എന്നിട്ട് ഒന്നൊരു എതിർപ്പില്ല, ഒന്നുമില്ല, മുഴുവൻ കേൾക്കുകയാണ്. അത് കേട്ടിട്ട് അവസാനം വളരെ നന്നായിരിക്കുന്നു, അപ്രിസിയേഷൻ കൂടെ. അപ്പൊ നമ്മളെ കേൾക്കാൻ ലോകത്ത് ആളുണ്ടാവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു പുണ്യമില്ല. കണ്ടമാനം ഫോൺ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാന് ആനണി പെരുമ്പാവൂരോട് ചോദിച്ചത്, ആനണി, ഇതിങ്ങനെ ഒരുപാട് കോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും ചേട്ടാ. നമ്മളെ വിളിക്കുമ്പോൾ ആൾക്കാർ നമ്മളിത് കേൾക്കാൻ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അവർ വിളിക്കുന്നത്, നമ്മളവരെ കേൾക്കണ്ടേ? അത് മാത്രമല്ല ചേട്ടാ, ഇതെല്ലാ കാലത്തും നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ, അതൊരു ഭാഗ്യമല്ലേ? നമ്മളെങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ ആളുകൾ. അതില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഒരാളൊന്ന് വിളിക്കാൻ, എൻ്റെ വാക്കൊന്ന് കേൾക്കാൻ വേണ്ടി, എന്നെ ഒന്ന് കേൾക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, അല്ലേ? അങ്ങനത്തെ ആളുകളല്ലേ ഈ ലോകത്ത് കൂടുതൽ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ആദ്യം പറയാൻ പോലും സമ്മതിക്കുന്നില്ല ഈ ആളുകളെ, അല്ലേ? ഇന്ററാക്ഷൻസ് ആണ്. നടുവിൽ അങ്ങോട്ട് കയറിയിട്ട് പറയുന്നതിന് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് പറയാനുള്ള ശ്രമങ്ങളാണ്. മനസ്സിലായില്ലേ? ലൂപ്പ് ഹോൾസാ ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇത് മുഴുവൻ ലൂപ്പ് ഹോൾസാ. നല്ല കമ്മ്യൂണിക്കേഷൻ ഇതല്ല ഉണ്ടാവുക. അപ്പം ഈ മാതൃകാപരമായിട്ടുള്ള ശബ്ദത്തെ കുറിച്ച് പറഞ്ഞാൽ 1 മിനിറ്റില് 164 വാക്കുകൾ ഉണ്ടാവും എന്നാ പറയുന്നത്. 164 വാക്കുകൾ 1 മിനിറ്റിൽ. നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു ശബ്ദം നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ ശബ്ദം 1 മിനിറ്റിന്റെ ശബ്ദം നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ ഈ 164 വാക്കുകൾ ഉണ്ടോ നോക്കുക. പിന്നെ അതിനിടയ്ക്കുള്ള ഇടവേള എന്ന് പറഞ്ഞാൽ 0.48 സെക്കൻഡേ ഉള്ളൂ. ഒരു പോസ് ഇടവേള, വാക്കുകൾക്കിടയിലുള്ള ഇടവേള. ഇതാണ് മാതൃകാപരമായിട്ടുള്ള ഒരു സംസാരം. ഈ 164
വേർഡ്സ് അതിന്റെ നടുവിലുണ്ടോ എന്ന് നോക്കണം. ഈ 0.48 0.848 സെക്കൻഡ് പോസ് ഉണ്ടോ നോക്കണം. എന്നുവെച്ചാൽ പകുതി, ഒരു സെക്കൻഡിന്റെ പകുതിയേ ഉള്ളൂ ഒരു പോസ്. പവർ പോസ് എന്ന് പറയുന്നത് വലിയ സംഭവം കേട്ടോ. സമദാനി കണ്ടില്ലേ നിങ്ങൾ? മലയാളത്തിലെ മികച്ച പ്രാസംഗികനല്ലേ? നിങ്ങളുടെയൊക്കെ അമ്മമാരുടെ ഹൃദയത്തിന്റെ വിലാപങ്ങൾ ഉൾക്കൊള്ളുന്ന മനസ്സിന്റെ കാഴ്ചയുടെ അന്തർധാരയിലൂടെ ഒഴുകുന്ന ആ വൈകാരികമായ ഭാവമുണ്ടല്ലോ, നിങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ആ വേദന എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അങ്ങനെ വൈകാരികമായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആൾക്കാരെ നോക്കും. പവർ പോസ് നമുക്കിങ്ങനെ അനുഭവം വരും, നമുക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രവൃത്തിയും കൂടെ നന്നാവുകയും വേണം. അത് വേണം. സമദാനി കിടക്കുന്നില്ല സ്ഥലത്ത് മുഴുവൻ കാര്യങ്ങളും തീർന്നു. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണല്ലോ. കഴിവിനെ മലയാളികൾക്ക് മുഴുവൻ വലിയ വേദനാജനകമായ ഒരു പ്രവൃത്തിയിൽ എത്തിച്ചിട്ട് പുള്ളി, അല്ല അതിനും പുള്ളി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഞാൻ പറഞ്ഞല്ലോ പറയുമ്പോൾ അത് മെൻഷൻ ചെയ്യാതിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മാതൃകാപരമായിട്ട് കേൾവിക്കാരനെ ഏത് സ്ത്രീകളും അവരുടെ അടിമയായി മാറും. ഞാൻ പറഞ്ഞല്ലോ അല്ലേ? ആ കേൾവിക്കാരനെ അതൊരു വലിയ അങ്ങനെ ആവണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആവാം. എന്തായാലും ഞാൻ ഈ കേൾവിയെ കുറിച്ചുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു അനുഭവ കഥ എന്നോട് കുഞ്ഞിക്കയാ പറഞ്ഞത്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ മരുന്ന് എന്ന പുസ്തകത്തിനകത്ത് ഒരു രോഗി, അദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ എക്സ്പീരിയൻസ് ആണ്, ഒരു രോഗി മരിച്ച ശേഷം ആ മരിച്ച രോഗി പിന്നെ അപ്പുറത്ത് നിന്ന് ഡോക്ടർമാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാം. അപ്പൊ കേൾക്കുമ്പോൾ ഇവരുടെ അവബോധം, ഉള്ളിലുള്ള ഇന്ദ്രിയ ബോധമുണ്ട്. അപ്പൊ അവര് തമ്മിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ച ആള് അയാൾക്ക് കേൾക്കാം ഇവര് പറയുന്നത്. അപ്പം കുഞ്ഞിക്കാണ് ഈ ഡോക്ടർ സംഘമാണ് ഈ രോഗിയെ നോക്കിയത്. അപ്പൊ ആ ഡോക്ടറുടെ വാക്കെന്ന് വെച്ചാൽ കേൾവിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, കേൾവിയുടെ ഏറ്റവും ഉദാത്തമായ എക്സ്ട്രീം ലെവലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മരിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ്. അയാളെ ഇന്ദ്രിയ ബോധം അവസാനിച്ചിട്ടില്ല. അപ്പം ആ കേൾവിയിൽ ഇവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരീരത്തിന്റെ ചലനങ്ങളൊന്നും കാണുന്നില്ല. ഫൈനലി എല്ലാം നോക്കി, എല്ലാം നിരീക്ഷിക്കുകയാണ്, ഒരു ചലനവും കാണുന്നില്ല. അപ്പം എവിടെയെങ്കിലും ചലനങ്ങൾ ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് നിരീക്ഷിക്കൂ. പൾസൊക്കെ നോക്കി, ഒന്നുമില്ല. ഒന്നുകൂടെ ചലനം ഉണ്ടോ എന്ന് നിരീക്ഷിക്കൂ എന്ന് കുഞ്ഞിക്ക പറയുക. ഈ കുഞ്ഞിക്ക പറയുമ്പോൾ പുനത്ത് കുഞ്ഞബ്ദുള്ള പറയാണ്, അപ്പൊ ഈ രോഗി ഇത് കേൾക്കുന്നു. പർപ്പസ്ഫുള്ളി സകല അവസാനത്തെ ജീവന്റെ അവസാനത്തെ കണിക ഉപയോഗിച്ചുകൊണ്ട് കാലിന്റെ വിരലനക്കി. മരിച്ചിട്ടില്ലായിരുന്നു. അത് കണ്ടു ഡോക്ടർ. എല്ലാം നോക്ക്, ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ പുസ്തകം വായിച്ചിട്ട്, ഇനി അതിനേക്കാൾ വലിയ സൗന്ദര്യം മറ്റൊന്നുണ്ട്. കുഞ്ഞിക്ക് അതാ പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഈ പുസ്തകം വായിച്ചിട്ട് ഒരു ടീച്ചർ, ഇതുപോലെ മരണത്തിലേക്ക് പോയൊരു ടീച്ചർ, ഇതേ വായനയുടെ ഓർമ്മയിൽ ഇവർ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് ഇവർ കേൾക്കുക. അപ്പൊ ഇവർ കേട്ടു, അവർ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. ഷീസ് ഡെഡ്. അപ്പൊ ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഇവർക്ക് ഉള്ളിൽ ഒരു ബോധമുണ്ട്, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ കുഞ്ഞിക്കയുടെ പുസ്തകം വായിച്ച ഈ ക്യാരക്ടറിന്റെ, രോഗിയുടെ അനുഭവം ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് അവർ കൈവിരൽ അനക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2 വ്യത്യസ്ത കേൾവിയുടെ 2 തുടർച്ച അനുഭവങ്ങളാണ്, വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അപ്പൊ കേൾവിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ മുതൽ കേട്ടാണല്ലോ സൗണ്ടിങ്, പുറം ലോകമായിട്ടുള്ള സൗണ്ടിങ്. അപ്പൊ സാമാന്യമായിട്ടുള്ള കാര്യമാണ്. അതിങ്ങനെ മരിക്കാനായിട്ട് കിടക്കുന്ന കാരണവന്മാരൊക്കെ മരിക്കാനായിട്ട് കിടക്കുമ്പോൾ ചുറ്റും കൂടി അനാവശ്യമായ വർത്തമാനം കേട്ടോണ്ടാ പോകുന്നത്. തിരിച്ചു വിളിക്കരുത്. ഞാൻ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ വൈഫ് ഹൗസിൽ വെച്ചിട്ട് അച്ഛൻ മരിക്കാനായിട്ട് കിടക്കുമ്പോൾ എല്ലാവരും വന്നിരുന്ന് നാമം ചൊല്ലി രാമരാമ ചൊല്ലിച്ചിട്ട് ഇദ്ദേഹം മരിക്കാൻ പോകുന്ന ആൾ രാമരാമ ചൊല്ലാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മകൻ അച്ഛൻ പോലെ എന്ന് പറഞ്ഞ് കരച്ചിലാണ്. അപ്പോൾ ചുറ്റിരുന്ന പ്രായമുള്ള ആൾക്കാർ അങ്ങനെ വിളിച്ചാൽ പ്രാണൻ പോവില്ല. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇങ്ങനെ ശ്വാസം വലിച്ചിട്ട് പിന്നെ ഇദ്ദേഹത്തിന് വീണ്ടും ഇത് വന്നു. അതിനുശേഷം ഇവരൊക്കെ നാമം ചൊല്ലി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ പ്രാണൻ അങ്ങോട്ട് പോകാനായിട്ട് തിരിച്ച് വിളിക്കലേ എന്ന് പറയും. എൻ്റെ മക്കളൊക്കെ തിരിച്ചു വിളിച്ചാൽ പ്രാണൻ പോകില്ല. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. അങ്ങനെ ഒരു സംഭവം. ഇനി മരിക്കാൻ കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ മുന്നിൽ നിന്നിട്ട്, അല്ല സുഹൃത്തിന്റെ ആരുടെയാലും മുന്നിൽ നിന്നിട്ട് ഏതായാലും മരിച്ചു പോകാൻ പോവാണെന്ന് പറഞ്ഞ് രഹസ്യങ്ങൾ പറഞ്ഞിട്ട് അത് കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതും പറയാമോ? അല്ല, അങ്ങനെ തിരിച്ചു കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പൊ മരിക്കാൻ പോകുന്ന സമയത്ത് കേൾവി നിൽക്കും അല്ലേ? പിന്നെ ഇത്രത്തോളം സൂക്ഷ്മ തലത്തിലാണ് ശബ്ദം, ഓങ്കാരമാണല്ലോ അല്ലേ? ഇനി ആസ്കിങ്, പവർ ഓഫ് ആസ്കിങ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതിലെ ബൈബിൾ പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരൊറ്റ വാക്കിന്റെ
ഉപയോഗത്തിന്റെ കുറവ് കൊണ്ടാണ് മിക്കവാറും ആളുകളുടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ചോദിക്കാൻ, ഒന്ന് ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ തയ്യാറാവാത്തത് കൊണ്ട്. പവർ ഓഫ് ആസ്കിംഗ് ആണോ പവർ ഓഫ് റിക്വസ്റ്റിംഗ് ആണോ? ആസ്കിംഗ് ആണ്. റിക്വസ്റ്റിംഗ് വേറെയല്ലേ? വേറെയാണ്. റിക്വസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്കിങ്ങനെ ചെയ്തു തന്നാൽ നന്നായി ചെയ്ത് കൂടെ എന്ന് ചോദിക്കുന്നതാണ്. പവർ ഓഫ് ആസ്കിംഗ് അല്ലേ. ദൈവത്തോടുള്ള ആസ്കിംഗ് എന്താണ്? ദൈവത്തോട് നമ്മൾ എങ്ങനെയാണോ ചോദിക്കുന്നത് അതുപോലെ ചോദിക്കണം എന്ന് പറയാം. എനിക്ക് നീ ഇത് ചെയ്തു തരണം. അപേക്ഷയുടെ സ്വരത്തിലാവരുത്. പ്രാർത്ഥനകൾ ഒരിക്കലും അപേക്ഷയുടെ സ്വരത്തിലാവരുതെന്നാ. ഔദാര്യമല്ലത്, നമ്മുടെ ഔദാര്യമല്ല, ദൈവം തരുന്ന ഔദാര്യമല്ല, നമ്മളെ അവകാശമാണെന്നാ പറയാ. ശരിയായ പ്രാർത്ഥന അതാണ്. എനിക്കിത് വേണം, നീ എന്നെ രക്ഷിക്കണം, എനിക്കിത് വേണം, എനിക്ക് അവകാശപ്പെട്ടാണ്. എന്റെ സ്വാതന്ത്ര്യം, എന്റെ ആരോഗ്യം എനിക്ക് അവകാശപ്പെടാം, എനിക്ക് ജീവിതം തരണം, എന്നെ പിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ രോഗിയാക്കരുതേ, എന്നെ കടക്കാരനാക്കരുതേ, എന്നെ അതിനകത്ത് കടത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്താ അഫർമേഷനാണ് പോകുന്നത്? കംപ്ലീറ്റ് നെഗറ്റീവ് അഫർമേഷനാണ്. ശരിയായ പ്രാർത്ഥനയേ അല്ല. ആക്കരുതെന്നുള്ളത് അല്ല, രോഗം, കടം, അനാരോഗ്യം, എന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കണം, എന്നെ സമ്പത്തിനുടമയാക്കണം. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ദൈവത്തോടും പ്രാർത്ഥനയിലുമുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ്. സെൽഫ് കമ്മ്യൂണിക്കേഷൻ നമ്മളോട് അറിയണം എന്ന് പറയുന്നത് അതാണ്. അതെ, നമ്മളോട് തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം അവിടെയല്ല, ഇവിടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. സെൽഫ് റൈസിങ്. ഓക്കെ ഓക്കെ. നമ്മളോട് തന്നെയുള്ള വാക്കുകൾ, ഇതാണ് പവർ ഓഫ് വേർഡ്സ്. പവർ ഓഫ് വേർഡ്സ് പറഞ്ഞ ചെറിയ കാര്യമല്ലേ. അപ്പൊ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്, ചോദിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് വലിയൊരു കലയാണ് കേട്ടോ, ചോദിക്കുക എന്ന് പറയുന്ന കല. അതിനകത്ത് തന്നെ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ പിന്നെന്താ പറയുന്നത്, നമ്മുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയൊക്കെ അതുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യസന്ധമായി ചോദിക്കുന്നത്. അവന്റെ ചോദ്യത്തിൽ തന്നെ എന്തോ ഒരു നല്ല ഇതുണ്ട്. എനിക്കത് തോന്നി. എന്തിനാണ് അവനെ സഹായിക്കുന്നത്? ചുമ്മാ അങ്ങനെ കാശ് വാങ്ങിക്കുക, ഇടയ്ക്കിടയ്ക്ക് കാശ് കൊടുക്കുക അല്ലല്ല. ഇത്തവണ എൻ്റെ ചോദ്യത്തിൽ എന്തോന്ന് എനിക്ക് തോന്നി, ഒരാത്മാർത്ഥത തോന്നി. അത് പ്രതീക്ഷാ നിർഭരമായി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മിക്കവാറും ജീവിതത്തിൽ ഒരുപിടി കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും. അതില്ലാത്തത് കൊണ്ട് പലപ്പോഴും നീ ഒന്ന് ചോദിക്കണ്ടേ എന്നോട്? നീ ഇങ്ങനെ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുക. നീ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. പറയണ്ടേ? പറയേണ്ട പേരിച്ച് ചോദിക്കണ്ടേ? അപ്പം ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കണം. സ്നേഹം വേണമെങ്കിൽ നീ ചോദിക്കണം. എത്രയോ കാമുകന്മാർ പരസ്പരം അറിയാതെ ഒരു തലയിൽ രാഗം വെച്ചിട്ട് എത്രയോ കോളേജ്, എത്രയോ സ്കൂൾ ദിനങ്ങളിൽ, എത്രയോ ലൈഫിൽ നമ്മൾ ഒരു ഭാഗത്ത് മാത്രം ചോദിക്കാതെ പവർ ഓഫ് ആസ്കിങ്ങിന്റെ അഭാവം കൊണ്ട് ഒരിക്കലും സാർത്ഥകമാകാത്ത പ്രണയങ്ങളില്ലേ? ഇല്ലേ? തീർച്ചയായിട്ടും. പ്രണയങ്ങൾ മാത്രമല്ല, എത്ര ആഗ്രഹങ്ങൾ. ബിസിനസ് ഐഡിയാസുമായിട്ട് നടക്കുന്ന കുറെ സ്റ്റാർട്ടപ്പ് കമ്പനി ഒരുപാട് ചോദിക്കാൻ ചോദിച്ചാലേ കിട്ടുള്ളൂ. കൃത്യമായ ആളുകൾ എവിടുന്ന് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ ചോദിക്കും? പണം, പ്രതിഫലമായി കിട്ടേണ്ട പണം, അത് വലിയ പ്രശ്നമാണ്. പ്രതിഫലമായി കിട്ടേണ്ട പണം ചോദിച്ചു വാങ്ങാൻ പറ്റാത്ത. ഞാനൊക്കെ ഒരിക്കൽ ഒരു കാലത്ത് എനിക്ക് പിന്നെ നമ്മൾ കിട്ടുന്ന ശമ്പളമില്ലേ, നമ്മളെ എഴുതി കിട്ടുന്ന ശമ്പളം, റെമ്യൂണറേഷൻ, അത് ചോദിച്ചു വാങ്ങുന്നതിൽ ഭയങ്കര മോശക്കാരനായിരുന്നു. അവിടെ നമുക്ക് ഭയങ്കരം എന്ന് ഉപയോഗിക്കാം. വളരെ മോശക്കാരനായിരുന്നു. ആസ്കിങ്ങിന്റെ പവർ അറിയില്ല. ആ ചോദിക്കുമെന്ന് നിനക്ക് ലഭിക്കും. നീ ചോദിക്കാത്തതല്ല ഞാൻ തരാത്തെന്ന്. ചോദിച്ചില്ലല്ലോ. ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കും. മുട്ടുവിൻ തുറക്കപ്പെടും. എല്ലാം ഒരേ സാധനം തന്നെയാണ്. അപ്പൊ പവർ ഓഫ് ആസ്കിങ്, ചോദിക്കുക എന്ന കല പഠിച്ചെടുക്കേണ്ടത് ജീവിത വിജയത്തിന് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? മുഖമാണല്ലോ കമ്മ്യൂണിക്കേഷൻ. മുഖമാണ് പിന്നെ മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയുന്നത് 100% ശരിയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏത് കപ്പലിനും വന്ന് അടുക്കാവുന്ന ഒരു തുറമുഖമാണ് മുഖം എന്നാണ്. ഏത് കപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയങ്ങൾ, വ്യക്തി എല്ലാറ്റിനും വന്നടിയുന്ന ആദ്യത്തെ തുറമുഖമാണ് മുഖം എന്ന് പറയുന്നത്. അതിൽ കണ്ണ്. ഇതിപ്പോ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ചില ആളുകൾ നമ്മൾ കാണാൻ പോകുമ്പോൾ അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആളുകൾ നമ്മളിപ്പോ പറയും, ആളുടെ മുഖം ഇന്ന് ശരിയല്ല കേട്ടോ, അപ്പൊ ഇന്ന് സംസാരിക്കണ്ട. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും മുഖത്ത് ഇങ്ങനെയൊക്കെ റിഫ്ലക്ഷൻ വരാൻ കാരണം? നമ്മള് ഇരുവശങ്ങളുമായിട്ടുള്ള ഏതാണ്ട് 25ഓളം മാംസപേശികൾ ഈ മുഖത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ എക്സ്പ്രഷന് വേണ്ടി അത്രയും പണിയെടുക്കുന്നുണ്ട് മുഖത്ത് തന്നെ. അപ്പം ഇത് ഈ നമ്മുടെ പോളേക്കനും പിന്നെ ഫ്രീസനും ഒക്കെ ചേർന്നിട്ടാണ് ഈ ചേഷ്ടകൾ വരച്ചെടുത്തത്. അവരുടെ നിരീക്ഷണം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും തിരിച്ചറിയാവുന്ന 6 വൈകാരിക ഭാവങ്ങളാണ്. മുഖത്തോടെ നമ്മൾ പ്രദർശിപ്പിക്കുന്ന വൈകാരിക ഭാവങ്ങളാണല്ലോ.
ഒരു നടനെ സംബന്ധിച്ച് എന്താണ് GK ഒരു ആർട്ടിസ്റ്റും കൂടെ ആക്ടറും കൂടെ ആയതുകൊണ്ട് GKക്ക് അറിയാം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മുഖത്തിന്റെ ചലനങ്ങൾ എന്ന്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സന്തോഷമാണ്, മറ്റൊന്ന് അത്ഭുതം, മൂന്നാമത്തത് വെറുപ്പ്, നാലാമത്തത് കോപം, അഞ്ചാമത്തത് ദുഃഖം, ആറാമത്തത് ഭയം. അപ്പൊ ഇതിൽ ഏകദേശം ഈ അത്ഭുതവും വെറുപ്പും ദുഃഖവും കോപവും ഭയവും എല്ലാം അപ്പൊ ഈ നവരസങ്ങളെ ബന്ധപ്പെടുത്തി ഇത് പറയണ്ടെന്ന് തോന്നുന്നു. ആ നവരസങ്ങളെ ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഒരു അഭിനയ പിന്നെ കല രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഏകദേശം ഈ ഒരു കാര്യത്തൊക്കെ ബന്ധപ്പെടുത്തി തന്നെയാണ്. ഇതിപ്പോ നവരസങ്ങളെയൊക്കെ കുറിച്ചൊക്കെ കണ്ടുപിടിച്ചതിനൊക്കെ ഒത്തിരി കഴിഞ്ഞ ശേഷമാണ് ഈ കാര്യങ്ങൾ. ഇതിപ്പോ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള നിരീക്ഷണങ്ങളായി പറയുന്നത്. നവരസങ്ങളൊക്കെ അതിന് മുമ്പില്ലേ, ഇല്ലേ? നാട്യശാസ്ത്രം ഇപ്പം നാട്യമുനിയുടെ നാട്യശാസ്ത്രം അതിലില്ലത് ഉണ്ട്, അത്ര പഴയതാണ്. ഞാൻ പറയുന്നത് ഇതെല്ലാം നമുക്ക് ഇന്ത്യനൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ട്, നമ്മുടെ ആളുകളൊക്കെ അത് നിരീക്ഷിച്ചിരുന്നു എന്ന് വേണം കാണാൻ. ഇതിനെ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യുന്ന ഈ 6 വികാരങ്ങളിലെ ഭാവങ്ങളില് ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യുന്ന ഒരേ ഒരു വികാരമേ ഉള്ളൂ, ഭാവമേ ഉള്ളൂ. അതിന്റെ പേര് സന്തോഷം എന്നാണ്, അഥവാ ശൃംഗാരം. രസരാജൻ എന്നാ പറയാ. അതിന്റെ അളവ് എത്രയെന്നറിയോ? 100%. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം 100% മറ്റവർക്ക് അനുഭവപ്പെടും, നിങ്ങളുടെ മുഖത്ത് വരും. ഒന്നുകൂടെ സിമ്പിളായി പറഞ്ഞാൽ പ്ലസന്റ് ആയിട്ടിരിക്കുക, എല്ലാം വന്ന് നിങ്ങളിലേക്ക് അടിയും എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് നന്മ തിരിച്ചറിയും എന്ന് പറയുന്നത്. നന്മ പെട്ടെന്ന് തിരിച്ചറിയും എന്ന് പറയുന്നത്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടൂ, അത് പറയുമ്പോൾ തന്നെ എനിക്ക് വൈകാരിക ഭാവം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടൂ, ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ട് 60 കോടി രൂപ വേണം, അല്ലെങ്കിൽ 10 കോടി രൂപ വേണം, 15 ലക്ഷം വേണം, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകന്റെ ഹൃദയാരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് അത് ശരിയായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണെങ്കിൽ അതിന് എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ പൈസ ഇടുന്നത്? നന്മ തിരിച്ചറിയപ്പെടുന്നുണ്ട്. നന്മ 100%. നന്മ എന്ന് പറഞ്ഞാൽ സന്തോഷമൊക്കെ അതിൽപ്പെടും. 100% തിരിച്ചറിയപ്പെടുന്നത്, അഡ്രസ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് പുഞ്ചിരിയൊക്കെ ഇതിൽ പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ യഥാർത്ഥ പുഞ്ചിരിയും കപട പുഞ്ചിരിയും ഉണ്ട് കേട്ടോ. വലിയൊരു ഏരിയയാണത്. യഥാർത്ഥ പുഞ്ചിരി എന്താണെന്നും കപട പുഞ്ചിരി എന്താണെന്നും നമ്മളിത് യഥാർത്ഥത്തിൽ നമ്മൾ ചിരിക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ പഠിപ്പിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ദിവസം മുഴുവൻ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പുഞ്ചിരിയെക്കുറിച്ച് മാത്രം. അപ്പം നമ്മളെ ഈ ചുണ്ടും നമ്മളെ ഈ മസിൽസുകളെല്ലാം കൂടെ ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യുന്ന പുഞ്ചിരിയുണ്ട്. അത് ശരിയായ പുഞ്ചിരിയാണ്. ആ സമയത്ത് ഇവിടെ കാക്കക്കാലുകൾ പ്രത്യക്ഷപ്പെടും. ഈ ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാക്കക്കാലുകൾ പ്രത്യക്ഷപ്പെടും ഈ കണ്ണുകളുടെ മുകളിൽ, ഈ 2 വശത്തും. നമുക്കത് കണ്ടാൽ നല്ല നിരീക്ഷണമുള്ള ആളാണെങ്കിൽ യഥാർത്ഥ പുഞ്ചിരിയാണ്. അപ്പം അതുണ്ടോ, അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നു. അപ്പം യഥാർത്ഥ അല്ലല്ല, കാക്കക്കാലുകൾ പ്രത്യക്ഷപ്പെടും. പക്ഷെ കപട പുഞ്ചിരി എന്താണെന്ന് അറിയാം, ഇത് പങ്കെടുക്കില്ല, ഇത്രയും ഭാഗം പങ്കെടുക്കുള്ളൂ. ഈ മസിലുകൾ, ഇവിടെയുള്ള 2 മസിലുകൾ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പുറകോട്ട് വലിച്ചിട്ട് ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതാണ്. തലച്ചോറിൽ നിന്ന് ഒരു വിവരം പോയി ഒരു സാധനത്തിനെ അത് പിന്നെ അനലൈസ് ചെയ്തെടുത്ത് നേരെ ഇങ്ങോട്ട് വിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ 2 സാധനത്തിനെ ഇങ്ങനെ വലിച്ച് പുറകോട്ടാക്കിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പിടിച്ച് ഒരു പരിപാടിയാണ് ഇത്. ഭയങ്കര അതിന്റെ ഫിസിയോളജി ഭയങ്കര രസകരമാണ്, വളരെ രസകരമാണ്. അപ്പൊ കപട പുഞ്ചിരി എന്ന് പറഞ്ഞ ഈ ഭാഗം മുഴുവനുള്ള, അതാണ് ഇപ്പോൾ അവർ പെട്ടെന്ന് അത്രേ ഉള്ളൂ. ഈ ഭാഗമില്ല, മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ നിരീക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വഴിപാട് പുഞ്ചിരി. അപ്പം ഇത് തിരിച്ചറിയാൻ നമുക്ക്, പക്ഷെ ഇതിനേക്കാളും കബളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സട്ടിലായിട്ടുള്ള നിരീക്ഷണം, നല്ല ശക്തമായ നിരീക്ഷണമുള്ളവർക്ക്, സട്ടിലായ നിരീക്ഷണമുള്ളവർക്ക് ആ ഇടയ്ക്കുള്ള ആ കാപട്യത്തിന്റെ ഒരു മിന്നലാട്ടം, ഒരു കണ്ണോട്ടം തന്നെ പറയാം, കണ്ണോട്ടം എന്നാ പറയാ. ആ മിന്നലാട്ടം തിരിച്ചറിയാൻ പറ്റും. എവിടെയോ അവനത് പറഞ്ഞു, പക്ഷെ നീ എന്റെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നു പറയുമ്പോ അവൻ ചിരിക്കുമല്ല, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നിയത്, വളരെ കൺവിൻസിങ് ആയിരുന്നു. അല്ലല്ല, അവന്റെ ആ ഒരു എവിടെയോ ഒരു കുഴപ്പം, അതാണ് ഒരു മിന്നലാട്ടം. ഇതിന്റെ ഇടയിൽ എനിക്ക് കിട്ടിയ, ഞാൻ മുമ്പ് മനസ്സിലാക്കിയിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് 2 ഭാവങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന് സ്ഥായി ഭാവവും മറ്റൊന്ന് സഞ്ചാരി ഭാവം. ഇപ്പൊ വീരഭാവത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാൾ എപ്പോഴും വീരഭാവത്തിലായിരിക്കും. അയാള് മനസ്സിലായില്ല, അയാളുടെ വീരഭാവമായിരിക്കും. ഈ വീരഭാവത്തിലുള്ള ശൃംഗരിക്കാൻ പോയാൽ വീരത്തിലെ ശൃംഗാരമായിരിക്കും. നേരെ മറിച്ച് എപ്പോഴും ഒരു ശൃംഗാര ഭാവമുള്ള ഒരാൾ, അയാൾ വീരത്തിന് പോയാൽ അയാൾ ശൃംഗാരത്തിൽ വീരമായിരിക്കും. നേരെ മറിച്ച് അയാളുടെ ഏറ്റവും വലിയ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റുന്നത് അയാളുടെ സായി ഭാവം ശൃംഗാരമാവുകയും അയാളുടെ സഞ്ചാരി ഭാവവും ശൃംഗാരമാവുമ്പോൾ അയാൾ ഭയങ്കരമായി, മനസ്സിലായില്ലേ, യഥാർത്ഥത്തിലുള്ള
സാധനങ്ങളുണ്ട്. അതെ. അപ്പോൾ ഇനിയിപ്പോൾ വീരഭാവമായാലും അല്ലെങ്കിൽ അത്ഭുതമായാലും ശാന്തമായാലും ഏത് ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ ആണെങ്കിൽ പോലും അവരിലേക്ക് ഒരു ശൃംഗാരഭാവം എത്തുമ്പോഴാണ് ആൾക്കാർ അട്രാക്ട് ചെയ്യുന്നത്. ശൃംഗാരം എന്ന് പറയുന്നത് സന്തോഷമാവാം, സന്തോഷമാവാം, അതെ. വാത്സല്യമാവാം, സ്നേഹമാവാം, എമ്പതി, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഏറ്റവും പെട്ടെന്ന് അഡ്രസ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഞാൻ കപട പുഞ്ചിരിയുടെ കാര്യം പറയാം. കൃത്രിമമായിട്ട് പുഞ്ചിരിയുടെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിള് നമ്മുടെ പ്രേക്ഷകര് വീഡിയോ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. ഓസ്കാർ വേദികളിൽ പോയി നോക്കൂ. ഓസ്കാർ വേദിയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവാർഡ് ഗോസ് ടു എനിക്ക്, അയാൾക്ക്, ഇയാൾക്ക്, അങ്ങനെ ഏറ്റവും മികച്ച അവാർഡ് വാങ്ങിക്കാനായി ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച 5 നടന്മാർ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സസ്പെൻസ് ആണല്ലോ, അതിന് മുമ്പ് അറിയില്ല, ഇവരെല്ലാരും വിളിക്കും, ഇതിൽ ആർക്കുമാകാം അവാർഡ്. പ്രതീക്ഷകളൊക്കെ ഉണ്ട്, വോട്ടിംഗ് ഒക്കെ ചിലപ്പോൾ ഇയാൾക്കാവാം, അങ്ങനെയുണ്ട്, നോമിനേഷനാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ആ 2 പ്രധാനപ്പെട്ട ഒരു ഫീമെയിൽ ആക്ടറും ഒരു മെയിൽ ആക്ട്രസും കൂടെ വന്നിട്ട് ഇരുന്നുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആ കയ്യിലിരിക്കുന്ന ആ ചെറിയ സാധനം ഒന്ന് വിടർത്തി അവരുടെ കയ്യിലുള്ള ആ പേരിങ്ങനെ നോക്കിയിട്ട് ദ അവാർഡ് ഗോസ് ടു, അപ്പൊ എല്ലാവരും മുഖമൊക്കെ പൊത്തിട്ടിങ്ങനെ, അതായത് സന്തോഷിക്കാനും കരയാനും വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്, മുൻകൂട്ടി തയ്യാറെടുത്ത്. കൃത്രിമമല്ല, ഞാനായിരിക്കും. ഈ മൊമെന്റ് വരെ അതെ, അതാ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് ദ അവാർഡ് ഗോസ് ടു എല്ലാവരും നോക്കി, അപ്പൊ ഒരു തമാശയൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ടെൻഷൻ കൂടി, ടക് 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 ടെൻഷൻ കൂടി. അപ്പൊ ഇങ്ങനെ ദ അവാർഡ് ഗോസ് ടു ലിയോനാർഡോ ഡികാപ്രിയോ എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്തിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ഇതേ വികാരമാണ് പുറത്തേക്ക് കാണിക്കുക. ഇയാള് കാണിക്കുന്ന അതേ വികാരം, കരച്ചിൽ, അതേ സന്തോഷം, കൈയടിച്ചിട്ട് അവർ എണീറ്റിട്ട് ഇങ്ങനെ കൈയടിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടേണ്ട ഒരു വലിയ അവാർഡ് കയ്യിൽ നിന്ന് വഴുതിപ്പോയിട്ട് അതിന്റെ സങ്കടം പ്രകടിപ്പിക്കുന്നതിന് പകരം സന്തോഷത്തിന്റെ എക്സ്ട്രീം ലെവൽ പ്രകടിപ്പിക്കും. ഇതിനേക്കാൾ വലിയ അഭിനയം വേറെ എവിടെയുള്ളത്? ഈ അഭിനയം സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അവാർഡ് കിട്ടും. ക്ലാസിക് എക്സാമ്പിളാ ഞാനിത് പറയുമ്പോ. ഇനി ഒന്ന് പിന്നെ ഈ ഓസ്കാർ വേദികളിലെ വീഡിയോസ് എടുത്ത് നോക്കൂ, കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതായത് മനുഷ്യന്റെ കഴിവുണ്ടല്ലോ, അത് മറച്ചു വെക്കാനുള്ള. അപ്പൊ വന്നിട്ട് ഷോക്കായിട്ട് അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നല്ലല്ലോ, പോയല്ലോ സാധാരണ അതിനെ മറച്ചു വെക്ക. മനസ്സിലായില്ലേ? ഇനി ഈ ഐ കോണ്ടാക്റ്റില് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടൂള് പറയാം. ഐ കോണ്ടാക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനുമായിട്ടും ഏതൊരാളുമായിട്ടും വളരെ കൃത്യവും വളരെ പോസിറ്റീവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ 3 തലത്തിലാണ് കോണ്ടാക്റ്റ് ഉള്ളത്. അത് ഒരു തലം എന്ന് പറഞ്ഞാൽ സൗഹൃദ തലമാണ്. സൗഹൃദ തലവുമുണ്ട്, സാമൂഹിക തലമുണ്ട്, സ്നേഹതലമുണ്ട്. ഈ സൗഹൃദ തലം എന്ന് പറയുന്നത് ഇതൊരു ത്രികോണമാണെന്ന് വിചാരിക്കും. ഈ ത്രികോണം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 കണ്ണുകളുടെ ഇങ്ങനെ പോയിട്ട് ഈ നെറ്റിയും കൂടെ അടങ്ങുന്നതാണ് സൗഹൃദ തലം എന്ന് പറയുന്നത്. ഈ സൗഹൃദ തലത്തിൽ മാത്രമാണ് നിങ്ങൾ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. നിങ്ങൾ ഒരാളെ പുതുതായിട്ട് പരിചയപ്പെടുന്നു, ആദ്യമായി കാണുകയാണ്, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, നിങ്ങൾ അവനോട് ഈ സൗഹൃദ തലത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിച്ചു നോക്കൂ. വളരെ പെട്ടെന്ന് നിങ്ങൾ അവരുമായിട്ട് സൗഹൃദം ഉണ്ടാവും. അവർക്ക് ഒരിക്കലും നിങ്ങളുടെ നോട്ടം ആ ഏരിയ മാത്രം, നിങ്ങൾ വേറെ എവിടേക്ക് നോക്കുന്നില്ല. സ്ത്രീയാണ് നിങ്ങൾ മറ്റേ ശരീരഭാഗങ്ങളിലേക്ക് നോക്കുന്നില്ല. നമ്മളെ പുരുഷന്മാരൊക്കെ ചിലവന്മാർ ചെയ്യുന്ന പരിപാടിയുണ്ട്. അവിടെ നോക്കുന്നിടയ്ക്ക് കണ്ണ് അവളെ അങ്ങോട്ട് നോക്കുമ്പോൾ ഉടനെ ഇങ്ങനെ നോക്കും, അങ്ങോട്ട് നോക്കും, പിന്നെ നോക്കും. ഇതാണ്. അപ്പൊ ഒട്ടും പിന്നെ അഭിലഷണീയമായ നോട്ടമല്ലത്. അപ്പൊ സൗഹൃദ തലത്തിൽ നിങ്ങൾ നോക്കിയൊന്ന് പരിശീലിച്ചു നോക്കൂ. നിങ്ങൾ അടുത്തേക്ക് പെട്ടെന്ന് അവർ വരും. വളരെ പെട്ടെന്ന് നിങ്ങളായിട്ട് സൗഹൃദം ഉണ്ടാവും. ഇനി മുതൽ അങ്ങനെയേ ചെയ്യാവൂ. വളരെ നല്ല ഒരു അഭിപ്രായം നിങ്ങളെ കുറിച്ച് അവിടെ ഉടനെ രൂപപ്പെടും. ഇനി അതല്ല, സാമൂഹിക തലമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ സോഷ്യലായിട്ടുള്ള ഒരു സാമൂഹിക തലത്തിലാണെങ്കിൽ ഇതിന് താഴേക്ക് ഇതൊരു ത്രികോണം, ഇതിന് താഴോട്ട് ഇവിടെയാണ് സാമൂഹിക തലം. പബ്ലിക്കായിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുമായിട്ട് നമ്മൾ അടുപ്പമൊന്നും വേണ്ട, അങ്ങനെ വരും. അപ്പൊ അവിടെ മൂക്കിന് താഴെ നോക്കിക്കൊണ്ട് വായുടെ ആ ഭാഗത്തേക്ക് നോക്കും. ഇതെങ്ങനെ നോക്കും? സാമൂഹിക തലം. അതൊരു സാധാ നോട്ടമായിട്ട് കണക്കാക്കുക. ഇനി കുറച്ചുകൂടെ സ്നേഹതലമാണെങ്കിലോ, ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് കഴുത്തിന്റെ അവിടം വരെ വരും. ഇത്രയും വരും. അപ്പൊ മോളിൽ നിന്ന് ഇവിടെ മുതൽ ഇവിടം വരെ വരും. മൊത്തത്തിൽ അതിന് താഴേക്ക് പോയ അപകടമാണ്. അപ്പൊ അതിന് താഴേക്ക് പോകുമ്പോൾ ഇതിന് പോകുമ്പോൾ എന്ന് വെച്ചാൽ തുറിച്ചു നോട്ടക്കാർ, അല്ലെങ്കിൽ പല കാറ്റഗറിയിലും പെടും. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ അറിയാതിരി നോക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന, ഭാവം മാറിയില്ലേ,
ഇങ്ങനെ നോക്കുന്ന കടുപ്പത്തിൽ നോട്ടം നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ തുറിച്ചു നോട്ടക്കാരുടെ ഏറ്റവും വലിയ സംഭവം ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ പബ്ലിക് പ്ലേസിലൊക്കെ വെച്ചിട്ട് സ്ത്രീകളെ തുറിച്ചു നോക്കുന്ന ആളുകളുണ്ട്. ഈ സ്ത്രീകളെ തുറിച്ചു നോക്കുന്ന ആളുകൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കും, അവരിങ്ങനെ നോക്കായിരിക്കും. അപ്പം അവരെന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ വേറെ എവിടേക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അക്ഷമയായിരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. തുറിച്ചു നോട്ടം അതിപ്പോ കുറ്റകരമാണ്. അല്ല, കുറ്റകരമാണ്. പരാതിപ്പെട്ട കുറ്റകരമാണ്. അപ്പൊ ഇതാ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഈ തുറിച്ച് ഇങ്ങനെ നോക്കി അവളുടെ നോട്ടം എന്റെ നേരം വന്നു എന്ന് അറിഞ്ഞപ്പെട്ട ഒന്നും അറിയാതെ പോലെ നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ നോക്കിയിട്ടിരിക്കും. ഇപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരോട് പറയാനുള്ള, പുരുഷന്മാരോട് പറയാനുള്ളത്, ഈ സ്ത്രീക്ക് 180 ഡിഗ്രിയിൽ കാണാൻ പറ്റും. സ്ത്രീക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 180 ഡിഗ്രിയിൽ ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും കാണാൻ പറ്റും. പുരുഷന്റെ സ്ട്രൈറ്റ് വിഷ്വലാണ്. അവന്റെ ഫിസിയോളജി അങ്ങനെ, തലച്ചോറ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ദൂരക്കാഴ്ച നേരെ കാണും. നമുക്കിങ്ങനെ എങ്ങനെയാലും ഇവിടെ ഇരിക്കുന്ന ആളെ ഒരു വേഗമായിട്ട് കാണാം. ഇപ്പം സതീഷ് ആരെയാ നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഒരു സ്ത്രീക്ക് കാണാൻ പറ്റും. അപ്പൊ അവള് നോക്കുന്ന അങ്ങോട്ടാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ, ഇവിടെ ഇരിക്കുന്ന മറ്റേയാള് എന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് അവൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് മോശമായ ഒരു പ്രതിച്ഛായായിരിക്കും ആ ലേഡിക്ക് ഉണ്ടാവുക. അല്ലെങ്കിലും നമ്മൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അതൊരു മോശം കാര്യമല്ലേ? നമ്മൾ സ്വാഭാവികമായിട്ടും പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ നോക്കും, ഉറപ്പാണ്. അത് പുരുഷനാണെങ്കിൽ പുരുഷൻ സ്ത്രീയെ നോക്കും എന്നുള്ള സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ ഫിസിയോളജിയുടെ വ്യത്യാസം കൊണ്ട്, അട്രാക്ഷന്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ നോക്കും. അപ്പൊ അത് ചിലപ്പോൾ നമ്മളൊന്ന് ഒന്നുകൂടെ നോക്കും. സൗന്ദര്യമുള്ള സ്ത്രീയാണ് വീണ്ടും നോക്കിയെന്ന് വരും. പക്ഷെ അതിന്റെ തലത്തിൽ കടന്നിട്ട് അതിന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അതിന് അപകടകരമായ രീതിയിലേക്ക് പോകുമ്പോഴാണ് അത് സ്ത്രീകൾക്ക് ചിലപ്പോൾ താല്പര്യമായിരിക്കും അല്ലെങ്കിൽ നോക്കുന്നതിന്റെ. ചിലപ്പോൾ നമ്മൾ അവരുടെ ഡ്രസ്സൊക്കെ നോക്കും. നല്ല ഡ്രസ്സാണെങ്കിൽ ഞാൻ ചില ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, അടിപൊളി, ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് ഉഗ്രനായിട്ടുണ്ടോ. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം. നമ്മളങ്ങ് പോവും, സംസാരിക്കുമല്ല. അപ്പൊ അപ്രിസിയേഷൻ ആണത്. അപ്പം അങ്ങനെ ഈ തരത്തിലുള്ള ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം. ഗോവിന്ദൻകുട്ടി നേരത്തെ പറഞ്ഞ പോലെ ടോൺ, ശബ്ദവും വ്യക്തതയും, അല്ലെ, വോയിസ് ടോൺ ആൻഡ് സ്പീക്കിംഗ് ക്ലാരിറ്റിയെ കുറിച്ച് നേരത്തെ പറയണമെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് അതിലേക്ക് കിടക്കാം. അതിലാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ പറയുന്നു എന്നുള്ളത്. നിന്നോട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എടാ നിന്നോട് അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ. ഭയങ്കര വ്യത്യാസം, എത്ര വ്യത്യാസമുണ്ട് അതിനകത്തൊരു ഒരു വലിയൊരു ടീച്ചിങ്, ഒരു ലെസണൊക്കെ ഉണ്ട്. പറഞ്ഞതല്ലേടാ, എന്നിട്ട് നീ അത് കേട്ടിട്ടില്ലല്ലോ എന്നല്ലേ. ടോൺ പറയുന്നതിന് അഗ്രസീവ് ടോൺ വോയിസിൽ വരുമ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നു. ഇവിടെ ഇൻബിൽറ്റ് ആണ്, ഇത് പലപ്പോഴും നമ്മളെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ടോൺ വരുന്നത്. നമ്മുടെ ഈഗോ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ടോൺ വരുന്നത്. ഇത് അവബോധം കൊണ്ട് ഇത് മാറ്റിയെടുക്കാം. ജികെ നമ്മളൊരു ഈ ഇൻസൈറ്റ് കൊണ്ട് നമുക്കിത് എന്താ വെച്ചാൽ, കമ്മ്യൂണിക്കേഷന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതി വെക്കപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. കമ്മ്യൂണിക്കേഷന്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അവബോധം സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ ഉള്ളില് ഒരു തലമുണ്ട്. ചേട്ടാ, ഇതിനകത്തൊരു ഇത് കുറച്ച് ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ ടൊണാലിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി ചിലപ്പോൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അതായത് അറിയാതെയോ ചിലർ നമ്മുടെ ശത്രുക്കളായി തീരും, അറിയാതെയോ ചിലർ മിത്രങ്ങളായി തീരും. അപ്പം ഈ ടോൺ റോമിഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ട് ഈ ടൊണാലിറ്റിയെ പറ്റി ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സാധനം എന്താ വെച്ചാൽ, ലോകത്ത് ഭാഷയില്ല, ടോൺ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് പലപ്പോഴും ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഒരു കിളിക്കൂടുണ്ടെന്ന് വയ്ക്കും. നമ്മൾ ഒരു ദിവസം രാവിലെ കിളി ഇന്ന് വളരെ ഹാപ്പിയാണെന്ന് തിരിച്ചറിയും. പെട്ടെന്നൊരു ദിവസം കിളിയുടെ കൂട്ടിലൊരു പാമ്പ് കയറിയോ ചേര കയറിയോ അല്ലെങ്കിൽ കിളിയെ മറ്റൊരു കിളി ആക്രമിച്ചോ എന്ന് നമ്മൾ തിരിച്ചറിയും. ഇതൊരിക്കലും ഒരു ഭാഷ ഉപയോഗിച്ച് അവർ പറയല്ല, അവരുടെ കരച്ചിലിന്റെ ടോണിൽ നിന്നാണ് തിരിച്ചറിയുന്നത്. അപകടം. അത് എനിക്കൊന്ന് ലോകത്ത് ആ കിളിവർഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, അത് മൃഗവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടവർക്കെല്ലാം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ലാംഗ്വേജിനേക്കാൾ ഒരുപാട് മുകളിലാണ് ടോൺ. നിങ്ങൾ എങ്ങനെയാണ് ഒരു അപകടം നമ്മൾ ടോണിലൂടെ അറിയിക്കുന്നത്? അതിന്റെ പ്രത്യേകത എന്താ? അപകടത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താ? ശ്രദ്ധിച്ചു നോക്കി. കരച്ചിൽ, രോദനം അതിന്റെ പ്രത്യേകത എന്താ? ഹൈ പിച്ചുണ്ടോ? ഒന്ന്, അതിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, വളരെ വേഗത്തിലായിരിക്കും. ഈ സ്പീഡ് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരമായി നമുക്കൊരു അപകടം ചെന്നിട്ട് എടാ അവിടെ ഒരു അപകടം ഉണ്ടായി, അവിടെ ഒരു അപകടം ഉണ്ടായി പെട്ടെന്ന് വരും, അങ്ങനെയല്ലേ പറയാ. ഓടി വരണേ, ഇവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു എന്നല്ലല്ലോ. ഓടി വരണേ, ഇവിടെ അപകടം നടന്നല്ലേ, ഓടി വരണേ. അതേ സമയത്ത് നമ്മള് സാധാരണ ലൈഫില് ഈ അപകടം നടക്കുന്ന ആ സംസാരിക്കുന്ന രീതി സാധാരണ ലൈഫിൽ സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ പറയുന്നത് ഞങ്ങൾ കേട്ടാ മതി.
എന്ന് പറഞ്ഞാലോ ഒരു അപകടം നടക്കുന്ന പോലെ തോന്നും. അവിടെ നടക്കുന്നവർ തോന്നും. ഇയാളെ അപകടമാണെന്ന് അത് തോന്നും. ആളെ അപകടമല്ലേ? അപ്പം പറയുന്ന ടോൺ വളരെ പ്രധാനമാണ്. അതിന്റെ സ്പീഡ് വളരെ പ്രധാനമാണ്. താളം വളരെ പ്രധാനമാണ്. താളം പറയുന്നതിനൊരു താളമുണ്ട്. അതെ, അതെ, അതെ. ആ താളാത്മകമായിട്ട് അത് പറയുക എന്നുള്ളതാണ്. ശബ്ദത്തില് നമ്മുടെ ശബ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഈ വ്യതിയാനങ്ങൾ ഇപ്പൊ കണ്ടോ, കൈയാണ് ഏറ്റവും നമ്മുടെ വാക്കുകളോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന ആദ്യത്തെ അവയവം കൈയാണ്. വാക്കിന്റെ ടോൺ എന്ന് പറയുമ്പോൾ ഒരു സാധനമുണ്ട്, ടോൺ എന്ന് പറയുമ്പോൾ ഉണ്ട്. അത് ആളുകളെ ഇത്തരത്തിലുള്ള ബിംബകൽപ്പനകളിലൂടെ നമ്മളിങ്ങനെ ആൾക്കാരെ ഇമേജറീസ് ഉണ്ടാക്കുമ്പോൾ അത് ആളുകളെ ആവേശഭരിതരാക്കും. പലപ്പോഴും റോബിൻ ചേട്ടനെ ഞാൻ ABC-യിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. കാരണം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന വളരെ രസകരമായ, വളരെ ഉപയോഗിക്കാവുന്ന, ഉപയോഗപ്രദമായ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൂടെ ഗുണകരമാകട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ABC-യിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് വളരെ വലിയ റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. റോബിൻ ചേട്ടൻ്റെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ, ഈ ഒരു ടോക്ക് ഷോയിൽ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾക്ക് കുറേയേറെ പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് ശ്രീ റോബിൻ തിരുമലയിൽ നിന്ന് നിങ്ങൾക്കിത് നേരിട്ട് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അത് പ്രസംഗിക്കാനോ, രാഷ്ട്രീയക്കാരനാവാനോ, വ്യവസായ പ്രമുഖനാവാനോ, ഓൺട്രപ്രണർഷിപ്പ് നേടാനോ ഒക്കെ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ പരസ്പര ബന്ധങ്ങൾ രസകരമാക്കാനും, സൗഹൃദം സ്ഥാപിക്കാനും, കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും, കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്താനും, സൗഹൃദത്തെ വല്ലാതെ വളർത്താനും ഒക്കെ ഗുണകരമാകുന്ന ഒരു കോഴ്സാണ്. ദിസ് എപ്പിസോഡ് ഇസ് പവേർഡ് ബൈ ബിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ബിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, എറണാകുളം.